ഇടയ്ക്ക് വെള്ളനാട് ഒരു കരടി കിണറ്റിൽ വീണായിരുന്നു. ഒരു ഒരു 2 വർഷമാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തോ രാത്രി 1 മണിക്ക് പോയതാണ്, പിറ്റേന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഓരോ റെസ്ക്യൂ വരുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യുന്നത് കാണും, പാമ്പ് തന്നെ 10 സെക്കൻഡിൽ ചെയ്യുന്നത് കാണും, 10 മിനിറ്റ് ചെയ്യുന്നത് കാണും, 1 മണിക്കൂർ ചെയ്യുന്നത് കാണും. ഇപ്പോൾ JCBക്ക് വന്ന് മതിൽ വരെ ഇടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പാമ്പ്. അപ്പം അതൊക്കെ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം അതെല്ലാം ആ ഒരു ഇരിക്കുന്ന സാഹചര്യം പോലെ ആയിരിക്കും കൂടുതലും വരുന്നത്. ആ കരടി ചത്തുപോയി. അതെ, അത് കിണറ്റിൽ വീണ് കിടന്നതായിരുന്നു. അപ്പം നമ്മളത് മാക്സിമം ചെയ്തു. പക്ഷേ അത് വലയിലിരുന്നിട്ടത് വെള്ളത്തിൽ വീണുപോയി. മയക്ക് വെടി വെച്ചായിരുന്നു. ട്രാങ്കുലൈസ് ചെയ്തപ്പോഴത്തേക്ക് അത് അത് വലയിൽ കറക്റ്റായിട്ട് ഇരുന്നില്ല. അത് കൊണ്ട് ചരിഞ്ഞു പോയി. അപ്പോൾ അത് വെള്ളത്തിൽ വീണ് മരിച്ചു പോയായിരുന്നു. അത് ഭയങ്കര ഒരു വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സങ്കടമുള്ളൊരു കാഴ്ചയായിരുന്നു. ഇപ്പോഴും അതിങ്ങനെ മറിഞ്ഞു വീഴുന്ന ഒരു രംഗം മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. നമ്മൾ റെസ്ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഇതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അതിനൊരിക്കലും ഒരു ഇതിലോട്ട് തള്ളിവിടാൻ പാടില്ല. പക്ഷെ അത് മയങ്ങിയപ്പോൾ അതിങ്ങ് വീണുപോയി വെള്ളത്തിൽ. അപ്പം നമുക്കത് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ കിണർ അത്രമാത്രം ആഴമുള്ള കിണറായിരുന്നു.